എല്ലാവർക്കും മൊബൈൽസ്.കോമിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം സപ്പോർട്ട്, അതായത് എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ, എനിക്കറിയുന്ന ട്രിക്സ് കാര്യങ്ങൾ, പിന്നെ എൻ്റെ നോളജ് മാക്സിമം മറ്റുള്ള ടെക്നീഷ്യന്മാരിലേക്ക് എത്തിക്കുക. അതാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പൊതുവെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെ ജമ്പറിങ് അങ്ങനത്തെ കാര്യങ്ങൾ, FRP കാര്യങ്ങളൊക്കെ നമ്മൾ അധികം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. എല്ലാ ടെക്നീഷ്യന്മാരും പൊതുവെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു മലയാളത്തിൽ അങ്ങനെ FRP ചെയ്യുന്നതായിട്ട് ഞാൻ കൂടുതൽ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റേത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൊബൈൽസ്.com എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഫസ്റ്റ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് വെച്ചാൽ, പൊതുവെ ഞാൻ ഇന്നലെ വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ ഇന്നലെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ വെള്ളത്തിൽ വീണ മൊബൈൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഈ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ കണ്ട വീഡിയോസിൽ ഒക്കെ കണ്ടത് അരിയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം അരിയിൽ വെച്ച് അത് എടുത്തു കഴിഞ്ഞാൽ അത് റെഡിയാവും, നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു വീഡിയോസാണ് ഞാൻ ഇന്നലെ കണ്ടത്. അപ്പോൾ കുറേ ആൾക്കാർ അതിന് നേരെ ഓപ്പോസിറ്റ് പറയുന്ന അരിയിൽ വെക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം ഇതാണ്, ഞാൻ പറഞ്ഞുതരാം. ഒരു മൊബൈൽ നമ്മളെ കയ്യിൽ നിന്ന് വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് അതിൻ്റെ സിമ്മോ മെമ്മറി കാർഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഊരാൻ പറ്റുന്ന കാര്യങ്ങൾ ഊരി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മൊബൈൽ ടെക്നീഷ്യൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു മൊബൈൽ റിപ്പയറിംഗ് അല്ലെങ്കിൽ സർവീസ് സെന്ററിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അത്രയും നിങ്ങളുടെ ഫോണിൻ്റെ സർവീസ് കിട്ടും. എത്രയും ലേറ്റ് ആകുന്നോ അത്രയും കോംപ്ലിക്കേഷൻ ആയിരിക്കും അത് റെഡിയാക്കി എടുക്കാൻ. ഒന്നാമത്തെ കാര്യം അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ലെങ്ത് ഞാൻ അധികം കൂട്ടുന്നില്ല. ഫസ്റ്റ് കാര്യം, നിങ്ങൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മൊബൈൽ സർവീസ് സെന്ററിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മുടെ മൊബൈൽസ് സർവീസ് സെന്ററിൽ എത്തിക്കുക. പിന്നെ അങ്ങനെയല്ല, നിങ്ങൾ അരിയിൽ വെച്ച് 4 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണെങ്കിൽ മൊബൈലിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ പിന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ, ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ 3-4-5 മദർ ബോർഡ് ഉണ്ട്. ഇതൊരു ടാബിൻ്റെ മദർ ബോർഡാണ്. ഇത് 3 ഒരു ബേസ് മോഡൽ, 2 സ്മാർട്ട് ഫോണിൻ്റെ മദർ ബോർഡുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ടാബ് പൂർണ്ണമായും വെള്ളത്തിൽ വീണ് ഒരു 3-4-5 ദിവസം വെള്ളത്തിൽ വീണ് നിന്ന് വീട്ടിലൊരു കണ്ടീഷനിലാണ് ഈ ടാബിന്റെ മദർ ബോർഡ് ഉള്ളത്. അപ്പൊ ഈ ടാബിന്റെ ബോർഡിൽ എന്ത് സംഭവിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഈ IC ഏരിയ മൊത്തം ഫംഗസ് പിടിച്ച് ഇവിടെ കിടക്കുന്ന കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റേഴ്സ്, ICs ഒക്കെ അതിന്റെ സൈഡിലൊക്കെ പൂപ്പൽ വന്ന് ചില കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓരോ പാർട്സും ഡാമേജ് ആയിട്ടുണ്ട്. ഇയർഫോൺ ജാക്കിന്റെ സ്പേസ് ആണിത്. ഇയർഫോൺ ജാക്കിന്റെ സ്പേസിലുള്ള കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിന്റെ ചുറ്റിലുള്ള കമ്പോണൻസ്, അതിന്റെ ചുറ്റിലുള്ള പാർട്സുകൾ, ഇലക്ട്രിക് പാർട്സുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സംഭവിക്കുക. നിങ്ങളുടെ ഫോൺ ചിലപ്പം ഓണായിരിക്കാം, 4 ദിവസം കഴിഞ്ഞ് ഓണായിരിക്കാം, പക്ഷെ വാട്ടർ കണ്ടന്റ് എപ്പോഴും ആ ബോർഡിൽ ഉണ്ടാകും. അപ്പോൾ ആ വാട്ടർ കണ്ടന്റ് ബോർഡിൽ ഉണ്ടാകുന്നിടത്തോളം നമ്മളെ ബോർഡിന്റെ ഓരോ കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഡയോഡ്സ് കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് ബോർഡ് ഷോർട്ടായി ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാവും. 3-4 ദിവസം ശരിയായ രീതിയിൽ വർക്ക് ചെയ്തേക്കാം. അതിനുശേഷമുള്ള വർക്കിംഗ് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, സിമ്മ്, മെമ്മറി കാർഡ്, ബാറ്ററി ഊറ്റാൻ പറ്റുന്ന സെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ബാറ്ററി കഴിച്ചിട്ട് വെക്കുക. കഴിച്ച് വെച്ച് എത്രയും പെട്ടെന്ന് സർവീസ് സെന്ററിൽ എത്തിക്കാൻ പറ്റുമോ അത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ സർവീസ് സെന്ററിൽ എത്തിച്ചു കഴിഞ്ഞാൽ സർവീസർ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഫസ്റ്റ് സെറ്റ് പരമാവധി നമ്മൾ എന്ത് ചെയ്യും, ഡിസസംബിൾ ചെയ്യും. നമ്മൾ സെറ്റ് ഫുൾ ഡിസസംബിൾ ചെയ്ത് നമ്മളെ ബോർഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, നമ്മളെ ഹെഡ്ഫോൺ ജാക്ക്, ഇയർഫോൺ ജാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് അവർ ക്ലീൻ ചെയ്ത് തരും. അത് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആദ്യം PCB ക്ലീനർ എന്ന് പറയുന്നൊരു ലിക്വിഡ് ഉണ്ട്. ഓക്കെ, ആ ലിക്വിഡ് ഇട്ട് മൊത്തം നമ്മൾ ബോർഡ് ആദ്യം ക്ലീൻ ചെയ്യും. അതിനുശേഷം ഫ്ലക്സ്, അതായത് സോൾഡറിങ് പേസ്റ്റ് എന്ന് പറയും. സോൾഡറിങ് പേസ്റ്റ് ICന്റെ ചുറ്റിലും എല്ലാ കമ്പോണൻസിന്റെ ചുറ്റിലും ഇട്ട് ബ്ലോവർ വെച്ച് ഹീറ്റ് ചെയ്ത്
ഉള്ളിലുള്ള ഫംഗസും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് ഒന്നും കൂടി നമ്മൾ PCB ക്ലീനർ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് കംപ്ലീറ്റ് നമ്മൾ നീറ്റായിട്ട് കിട്ടും. അതാണ് അവർ ചെയ്യുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സ് ചെയ്തിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ വെള്ളം കയറിയ സമയത്ത് നിങ്ങൾ ഓണാക്കിയിട്ടുണ്ടാകണം, അല്ലെ ചാർജിന് കുത്തിയിട്ടുണ്ടാകണം. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൽ വീണ് പോയ സെറ്റ് നമുക്ക് എന്തായാലും അറിയാം. വെള്ളത്തിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബാറ്ററി അതിന്റെ തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പോണൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ആവുന്നില്ല കാര്യം 100% നമുക്കറിയാം. അപ്പൊ ആ സമയത്ത് നമ്മൾ ചാർജിനും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണാവുന്നില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചാർജിനിടാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഫുൾ ഷോർട്ടായി ഒന്നുകിൽ CC, അതായത് ചാർജിങ് കണക്ടർ, ആ ഭാഗം കംപ്ലീറ്റ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡിസ്പ്ലേയിലേക്ക് ഡയറക്റ്റ് കറണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മൊബൈൽ ഫോൺ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ സർവീസ് സെന്ററിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഒരു മൊബൈൽ റിപ്പയറിംഗ് കടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളെ ബോർഡ് കംപ്ലീറ്റ് ഫ്ലക്സ്, അതായത് സോൾഡറിങ് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് IC, അങ്ങനത്തെ റെസിസ്റ്റേഴ്സ്, നമ്മളെ ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക് സെക്ഷൻ, ബാറ്ററി സെക്ഷൻ, പവർ സെക്ഷൻ കംപ്ലീറ്റ് അവർ ഫ്ലക്സ് ഇട്ടടിച്ച് അതിന്റെ ഉള്ളിലത്തെ ഫംഗസിനെയും കൂടി, അതായത് വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ ഫംഗസ് ആണെങ്കിൽ ഫംഗസിനെ അടിച്ച് ബ്ലോവർ വെച്ച് അടിച്ചെടുത്ത് അത് ക്ലീൻ ചെയ്ത് നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ആക്കി തരും. ഓക്കെ, ഇനി വെള്ളത്തിൽ വീണ് പോയി കുറേ ദിവസം നമ്മൾ വെച്ച് ഓണാകുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം സർവീസറോട് കാര്യങ്ങൾ പറയാം. ഇത് ഇത്ര, അതായത് മൊബൈൽ ഫോൺ വെള്ളത്തിൽ വീണിരുന്നു, ഇങ്ങനെ അരിയിൽ വെച്ചിരുന്നു, 4 ദിവസം വെച്ചിരുന്നു, അപ്പോൾ കൊണ്ടുതരാൻ പറ്റിയില്ല, അങ്ങനെ പറ്റിപ്പോയി, കാര്യങ്ങളൊക്കെ പറയാം. ഇത്ര ദിവസം ഇത് 1 മാസം 1 മാസം ഉപയോഗിക്കാണ്ട് വെച്ചിരുന്നു, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നീഷ്യന് പാസ് ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് ഇന്നലെ വീണതായിരുന്നു, 4 ദിവസം മുമ്പേ വീണ് ഇത് ഇന്നലെ വീണേനും പറഞ്ഞ് ടെക്നീഷ്യനെ കബളിപ്പിക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കാണ്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ടെക്നീഷ്യൻ ആ രീതിക്കുള്ള റിപ്പയർ ചെയ്തോളും. നിങ്ങൾ എത്രത്തോളം സത്യം പറയുന്നോ അത്രത്തോളം നിങ്ങളെ സെറ്റ് റെഡി ആവാനും, എത്രത്തോളം നേരത്തെ എത്തിക്കുന്നോ അത്രത്തോളം നിങ്ങളെ സെറ്റ് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. കൂടുതൽ ഈ വീഡിയോ ചാനലിൽ ടെക്നീഷ്യൻസിന് പറ്റിയ വീഡിയോസ് ആണ് ഇടുക. നെക്സ്റ്റ് ടെക്നീഷ്യന്മാർ എങ്ങനെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ടൂൾ, അതായത് നമ്മൾ പവർ ബട്ടൺ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, പൊതുവെ പവർ ബട്ടണും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് റെഡിയാക്കൽ കുറച്ച് ടെക്നീഷ്യന്മാർക്ക് അറിയാം ഇതിന്റെ റിസ്ക്. അപ്പോൾ അതിന്റെ ഒരു സ്പെഷ്യൽ ഗം ഇപ്പോൾ അവൈലബിൾ ആണ്. ആ ഗമ്മിന്റെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് അവൈലബിൾ, ആ ഗമ്മിന്റെ ഡീറ്റെയിൽസ് യൂസ് ചെയ്യേണ്ട രീതി നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സോ താങ്ക് യു. This is me, Rahul, signing out.